ഹലോ, വെൽക്കം ബാക്ക് ടു സുമീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ പോയ ദിവസം എൻ്റെ ഉമ്മച്ചിനോട് പറഞ്ഞൊരാഗ്രഹമായിരുന്നു എനിക്ക് പൊതിച്ചോറ് തിന്നാൻ കൊതി. നമ്മുടെ വീട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം, പാത്രം കഴുകണം, പിന്നെ അതിൻ്റേതായ പണി കാര്യങ്ങൾ. ഇതാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓർഡർ കൊടുത്താൽ ഉമ്മച്ചി പറഞ്ഞ നേരം കൊണ്ട് സാധനം നമ്മുടെ മുമ്പിൽ റെഡി. അത് നമ്മൾ പൊതിച്ചോറിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ചെറിയൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ വാഴയില വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തടവി റെഡി ആക്കിയപ്പോഴത്തേലും അനിയത്തി കക്കർച്ചി ഫ്രൈ ചെയ്യുന്നുണ്ട്, ഉമ്മച്ചി മുട്ട ഓംലേറ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതിലേക്ക് ചോറിട്ടു. പിന്നെ അതിൻ്റെ പുറകെ തന്നെ കുറച്ച് മതി, കുറച്ച് അത്ര മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് ഇപ്പോൾ ഡയറ്റാണേ, അതിൻ്റെ മെയിൻ പ്രശ്നത്തിൽ നിൽക്കുക. അങ്ങനെ ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടാന്ന് നോക്കരുതല്ലോ, എത്ര ഡയറ്റ് ആണെങ്കിലും. അങ്ങനെ നമ്മൾ പൊതിച്ചോറിൽ ചോറിട്ടു, ചീര ഉലത്തിയത്, തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കിയ ചീര ഉലത്തിയത്, എൻ്റെ മെയിൻ താരം ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഒരു നൊസ്റ്റു സാധനമാണ് തേങ്ങാ ചമ്മന്തി. അതിൻ്റെ പുറകിൽ കുറേ കഥകളുണ്ട്, നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചത് വെച്ചു, കക്കർച്ചി ഉലത്തിയെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ ഡ്രൈ ആയില്ല, വെപ്രാളം മൂത്തിട്ടാണെന്ന് തോന്നുന്നു. ഡ്രൈ ആവാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പ് പൊതിച്ചോറിലേക്ക് തട്ടി. അച്ചാറിട്ടു, വറനാരങ്ങ അച്ചാറിട്ടു, മുട്ട വെച്ചു. ഞാൻ പറഞ്ഞത് നിവർത്തിയൊക്കെ അത് ചരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പകുതി മുട്ടയുള്ളൂ. അങ്ങനെ അതൊക്കെ വെച്ച് എല്ലാം മടക്കി. ന്യൂസ് പേപ്പർ കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ന്യൂസ് പേപ്പറിന് വളരെ ക്ഷാമമുള്ള വീടാണ് എൻ്റെ വീട്. അതുകൊണ്ട് പത്രവായന കൂടുതലുള്ളതുകൊണ്ടേ പേപ്പറുകൾ എവിടെ നോക്കിയാലും കാണും. ഇതെന്തോ പഴം പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പറിലാണ്. എന്തായാലും എന്നിട്ട് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് പൊതിച്ചോറ് കെട്ടിയത് മാത്രം ഓർമ്മയുണ്ട്. തുറന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർത്തു, പക്ഷേ ആക്രാന്തം മൂത്ത് അതങ്ങോട്ട് തിന്നു.